ഏലക്കിട്ടാ ഇല്ല, ഏലക്കയുടെ ടേസ്റ്റ്. അതാ ചായപ്പൊടിയുടെ ഫ്ലേവർ. എന്താ പരിപാടി രാവിലെ എല്ലാരും കൂടെ? ചായ കുടിക്കുന്നു. ചായ കുടിക്കുന്നു. ഓ, എന്തൊരു വളിച്ച ചിരി. വളിച്ച ചിരിയാ? ഓ, വലിയ സന്തോഷത്തിലാണല്ലേ? അല്ല, ഈ ചായ കൂടി മാത്രം മതിയോ? പിന്നെ നമുക്ക് എന്തെങ്കിലും പരിപാടികളും കൂടി ഇടണ്ടേ? പരിപാടികൾ എന്തൊരു പരിപാടി? ഫ്യൂച്ചർ പരിപാടികൾ. പരിപാടിയോടെ പഞ്ഞം. മാമന് വർക്ക്ഷോപ്പിൽ ഇഷ്ടം പോലെ പരിപാടിയുണ്ട്. പിങ്കിക്കാണെങ്കിൽ പഠിക്കാൻ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറയണം. എനിക്ക് പിന്നെ അടുക്കളയിലാണെങ്കിൽ കുക്കിങ്ങിന്റെ പരിപാടിയോട് പരിപാടി. പിന്നെ ചേട്ടനാണ് ഒരു പരിപാടി ഇല്ലാത്ത ചേട്ടന് എന്ത് പരിപാടി എന്നുള്ളത് പറയണം. ആക്കിയതാണല്ലേ? സീരിയസ് ആയിട്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളതെല്ലാം ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഓ, ഫ്രഷ് സാധനം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ആരും ചെയ്യാത്തൊരു ബിസിനസ്. പോവല്ലെന്ന് ഇത് കേട്ടിട്ട് പോവാൻ. ഇനി ശീല ഇനി ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ബിസിനസ്സും തേങ്ങയെന്നൊന്നും പറഞ്ഞ് എന്റെ അടുത്ത് പൈസയും സ്വർണ്ണമൊന്നും ചോദിക്കല്ലേ. നിനക്ക് പൈസക്ക് വല്ലതും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ വർഷാപ്പിൽ ഒരു 5-6 ടയർ കിടപ്പുണ്ട് പഴയത്. അതിനടുത്ത് വിറ്റോ, വിറ്റിന്റെ ബിസിനസ് തുടങ്ങി. എന്ത് എനിക്കാനേ പൈസ ഒന്നും വേണ്ട, എനിക്ക് സ്വർണ്ണവും വേണ്ട. പിന്നെന്തോന്നാണ്? നിങ്ങളുടെ എല്ലാവരെയും പാർട്ടിസിപ്പേഷൻ ആണ് ഇതിൽ വേണ്ടത്. പാർട്ടിസിപ്പേഷനോ എന്ന് വെച്ചാ? പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം. ചേട്ടാ, ചേട്ടനെ സഹായിച്ചാണ് ഞാൻ 8ന്റെ പണിയും വാങ്ങിച്ച് മുടിഞ്ഞിരിക്കണത്. ഇവന്റെ തലവട്ടം കണ്ടത് മുതൽ എനിക്ക് 16ന്റെ പണിയാണ് കിട്ടുന്നത്. തലവട്ടത്തിന്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾ എനിക്ക് 24 മണിക്കൂറും പണി തന്നോണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ പോണ അല്ല, എന്റെ ബിസിനസിന്റെ കാര്യം. ബിസിനസിന്റെ കാര്യം തന്നെ നോക്കിക്കൊണ്ട് നടത്താം. നിങ്ങളുടെ പാട്ടിൽ ഞങ്ങൾ പോട്ടെ. എല്ലാരും പോയാ? ഇല്ല, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ കാര്യം പറയുമ്പോ ഇവിടുത്തെ പാഷാണങ്ങളൊന്നും സമ്മതിക്കൂല. കൈ കെട്ടും. ആദ്യം ഇവളെ കുപ്പിയിലാക്കണം, അവളെയും തുടങ്ങാം. ചിന്നു, ചിന്നുവേ, हाथों में तेरी हाथों में. ഞാൻ കുളിച്ചു ചേട്ടാ. എന്തിനാണ് ഇപ്പൊ ഈ സോപ്പ് കഴിക്കണത്? അതിനാണ് കുളിച്ചെന്ന് പറഞ്ഞു. പിന്നല്ലാതെ. നീ ഭയങ്കര തമാശ കേട്ടാ. അയ്യോ, പഞ്ചാര അടിക്കല്ലേ. എനിക്ക് മനസ്സിലായി എന്തിനാണെന്ന്. നീ ആ പഞ്ചാരത്തിലൊന്നും ഞാൻ വീഴൂല കേട്ടോ. എന്റെ പഞ്ചാരയും മണ്ണെണ്ണയൊക്കെ തീർന്നിട്ട് പെണ്ണെ. അയ്യോ, അത് തീർന്നു പോയത്? പാതൊന്നുമില്ല. പാതൊന്നുമില്ല. കാരണം എന്തെന്ന് പറ. നീ കമ്മല് നമുക്ക് മാറ്റുന്നു കേട്ടോ. മാറ്ററിലോട്ട് വാ. എന്നിട്ട് ഒറ്റ കല്ല് വയ്ക്കണം. കാര്യം പറ, എന്തുവാണ്? എന്തുവാ? ഒന്നുമില്ല. ശരി. അല്ല, അങ്ങനെ ഒന്നുമില്ല എന്നല്ല. എന്തുവാണ്? കുറെ നേരമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കണല്ലോ. കാര്യം പറ. എന്റെ കാര്യം? ഏത് കാര്യം? എന്റെ ബിസിനസിന്റെ. തോന്നി ചേട്ടാ, നീ എന്തൊക്കെ പറഞ്ഞാലും അതിനുവേണ്ടി 10 പൈസ ഞാൻ ഇറക്കൂല. എനിക്ക് പൈസ ഒന്നും വേണ്ടായിരുന്നു. 5 പൈസ ഉണ്ട്. 5 പൈസ വേണ്ടേ? സ്വർണവും വേണ്ട, പൈസയും വേണ്ട, സ്വർണവും വേണ്ട. കിട്ടി. ഓഹോ, പ്രമാണം അതാണ് വേണ്ടല്ലേ? എനിക്ക് പ്രമാണം ഒന്നും വേണ്ട ചിന്നു. വേണ്ട. പൈസയും വേണ്ട, സ്വർണവും വേണ്ട, പ്രമാണവും വേണ്ട. പിന്നെ എങ്ങനെ ബിസിനസ് നടത്തും? എനിക്ക് ആകെ വേണ്ടെന്ന് തോന്നിട്ടേ താങ്കളുടെ വിലപ്പെട്ട ജീവിതത്തിലെ 5 നിമിഷങ്ങൾ. ഓ, ഞാൻ എന്റെ കിഡ്നി ചോദിക്കുന്നു ഇപ്പൊ. 5 നിമിഷം മതിയാ? എന്തൊന്നു? അല്ല, ടൈമർ. പക്ഷെ ഇപ്പോഴത്തെ 5 മിനിറ്റ് അല്ലേ വേണ്ടത്? പിന്നെ എനിക്ക് ആകെ ആവശ്യം 5 നിമിഷങ്ങളാണെന്ന് ഞാൻ പറയായിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് വേണം? നീ ആ ഫോണും തരുമോ? ചെക്ക് ചെയ്യണം എന്റെ കോണ്ടാക്ട്സ്. കുറേ എന്തോ ചേട്ടാ?